ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മലയാളം അടിസ്ഥാന പാഠാവലി പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ഭാഗമാണ്. പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? വേഗമുറങ്ങൂ. വളരെ മനോഹരമായ ഒരു കവിതാ സമാഹാരമാണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് കവിത ഈണത്തിൽ ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ ആസ്വാദനം നോക്കാം, അതിനുശേഷം പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ തന്നെ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൂട്ടുകാർ കാണുക. കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. സച്ചിദാനന്ദൻ എഴുതിയ മനോഹരമായ കവിതയാണ് വേഗമുറങ്ങും. സച്ചിദാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ലോക കവിതയുടെ പുതുധാരകൾ മലയാള കവിതയിൽ സമന്വയിപ്പിച്ച കവികളിൽ പ്രമുഖനാണ് സച്ചിദാനന്ദൻ. നിരൂപകൻ, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു ഇദ്ദേഹം. 1946 കൊടുങ്ങല്ലൂരിലാണ് ജനിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ സച്ചിദാനന്ദന്റെ കവിതകൾ ദേശാടനം, ഇവനെക്കൂടി, കയറ്റം, സാക്ഷ്യങ്ങൾ, അപൂർണം, വിക്ക്, മറന്നുവെച്ച വസ്തുക്കൾ, വീടുമാറ്റം, മലയാളം, കവിബുദ്ധൻ, സംഭാഷണത്തിനൊരു ശ്രമം, 5 സൂര്യൻ, പീഡനകാലം, വേനൽമഴ മുതലായ കവിതാ സമാഹാരങ്ങളും, കുരുക്ഷേത്രം, സംവാദനങ്ങൾ, സമീപനങ്ങൾ, സൗന്ദര്യവും അധികാരവും തുടങ്ങിയ ലേഖന സമാഹാരങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തന്നെ പ്രമുഖ കൃതിയിലൊന്നായ വേഗമുറങ്ങൂ എന്ന് പറയുന്ന മനോഹരമായ കവിതാ സമാഹാരം പഠിക്കാം. കവിത നമുക്ക് ഈണത്തിൽ ചൊല്ലി നോക്കാം. വേഗമുറങ്ങൂ. വേഗമുറങ്ങൂ മകളെ, ചായുന്നു കൊന്ന പൂ പോലെ, അമ്പിളി പൊൻതിടം വേദം കരി കൊമ്പനായി രാത്രി വരുന്നു. വേഗമുറങ്ങൂ മകളെ, ചായുന്നു കൊന്ന പൂ പോലെ, അമ്പിളി പൊൻതിടം വേദം കരി കൊമ്പനായി രാത്രി വരുന്നു. മാനും മുയലും ഉറങ്ങി, കാടുമാറും കടലും മടങ്ങി, പായലിൽ മീൻമിഴി പൂട്ടി, നീലക്കായലിൽ സ്വപ്നമായി സൂര്യൻ. പക്ഷിയും പാട്ടും മടങ്ങി, കൂട്ടിലക്ഷരം 8ൽ മയങ്ങി. നീ ഉറങ്ങുമ്പോൾ മകളെ, ലോകം നീലമയിലിനെ പോലെ, നിന്മിഴിക്കുള്ളിൽ മകളെ, കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. വറ്റും പുഴയിൽ നീർപ്പാടും തളർമുറ്റും മുടങ്ങിയ കാട്ടിൽ, വേഗമുറങ്ങൂ മകളെ, രാവിൽ പൂമരം പൂത്തുലയുന്നു. കാറ്റിൻ ചുമലിലെ കാണാച്ചെണ്ട ചാറ്റൽ മഴ തന്നിരമ്പും. വേഗമുറങ്ങൂ മകളെ, വേഗം വേഗമുറങ്ങൂ മലരെ, വേഗമുറങ്ങൂ മകളെ, വേഗം വേഗമുറങ്ങൂ മലരെ. സച്ചിദാനന്ദൻ വേഗമുറങ്ങൂ. സച്ചിദാനന്ദൻ്റെ വളരെ മനോഹരമായ ഒരു കവിതാ സമാഹാരമാണ് വേഗമുറങ്ങൂ. വേഗമുറങ്ങൂ മകളെ, വെയിൽ വരുന്നുണ്ട്, വെയിൽ ചായുന്നുണ്ട്, കൊന്നപ്പൂ പോലെ അമ്പിളി മാമൻ വരുന്നുണ്ട്, അതുപോലെ രാത്രിയായി വരികയാണ്, കരിംകൊമ്പനായി, പൊൻതിടം പേന്തുന്ന കരിങ്കൊമ്പനായി അമ്പിളിമാമൻ മാനത്ത് വരികയാണ്, അഥവാ രാത്രി വരികയാണെന്നൊക്കെ പറയുന്നുണ്ട്. മാനും മുയലും ഒക്കെ ഉറങ്ങി, കാടുറങ്ങി, കടലുറങ്ങി, എല്ലാം ഉറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മകളെ നീയും ഉറങ്ങൂ. നിൻമൊഴിക്കുള്ളിൽ കല്ലും പുല്ലും ഏറുന്ന ചിറകിൽ നീ മയങ്ങിക്കിടക്കുമ്പോൾ കിനാവിൽ വളരെ ഒരു പൂർണില പൂക്കളമായി മാറുന്നു. അമ്മയില്ലാത്തവർക്കെല്ലാം അമ്മയായി നിലാവ് കൂടെ ഉണ്ടാകുമെന്നും ഇവിടെ കവി പറയുന്നു. അതുകൊണ്ട് തന്നെ മകളെ നീ വേഗം ഉറങ്ങൂ, മലരെ അതായത് പൂവേ നീ വേഗം ഉറങ്ങിക്കോളൂ എന്ന് സച്ചിദാനന്ദൻ പറയുന്നു.
അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാഠഭാഗം പഠിച്ചു. ഇനി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഈണത്തിൽ വായിക്കാം. കവിത ഈണത്തിൽ വായിക്കൂ. നമ്മൾ ഈണത്തിൽ വായിച്ചു. കൂട്ടുകാർ ഈണത്തിൽ വായിച്ചു നോക്കുക. പല ഈണങ്ങളും ഇട്ട് നോക്കാം കേട്ടോ. കണ്ടെത്താം, പറയാം. രാത്രിയുടെ വരവിനെ കവി എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഉത്തരം നോക്കൂ. അമ്പിളിക്കലയുടെ പൊന്തിടം പേന്തി കറുത്ത കൊമ്പനാന വരുന്നത് പോലെയാണ് രാത്രിയുടെ വരവിനെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. രാത്രിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നോക്കൂ. മാനും മുയലും കാടും നദിയും കടലും എല്ലാം വിശ്രമിക്കുകയാണ്. മീനുകൾ മിഴികൾ പൂട്ടി, പക്ഷികൾ കൂട്ടിലേക്ക് മടങ്ങി, അക്ഷരങ്ങൾ പുസ്തകത്താളുകളിൽ മയങ്ങി. ഇതെല്ലാമാണ് രാത്രിയിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെന്ന് കവി പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. മകളുടെ ഉറക്കത്തിന് അമ്മയായ പ്രകൃതി ഒരുക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം നോക്കാം. മകൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ലോകം നീലമയിലിനെ പോലെ വർണ്ണങ്ങൾ നിറഞ്ഞതാകും. അവളുടെ മിഴിക്കുള്ളിൽ കല്ലുകളും പുൽക്കൊടികളും പോലും സ്വപ്നത്തിന്റെ ചിറകിലേറി ഉയരുന്നു. അവൾ മയങ്ങുമ്പോൾ അവളുടെ സ്വപ്നത്തിൽ യുദ്ധക്കളം പോലും പൂക്കളമായി മാറുമെന്ന് അമ്മയാകുന്ന പ്രകൃതി ആശംസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കൂ. ആശയം വിശദീകരിച്ച് എഴുതുക. പൂക്കളമാകുന്ന പോർക്കളം, അമ്മയില്ലാത്തവർക്ക് അമ്മയാകുന്ന നിലാവ്, കാറ്റിൻ ചുമലിലെ കാണാച്ചെണ്ട. ഉത്തരം നോക്കൂ. ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയാണ് പോർക്കളമായി കവി അവതരിപ്പിക്കുന്നത്. ഉറങ്ങുമ്പോൾ അവയെല്ലാം മറന്ന് ശുഭപ്രതീക്ഷയുടെ പൂക്കളം സ്വപ്നത്തിൽ നിറയുന്നുവെന്ന് കവി കവിതയിൽ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ നോക്കൂ. അമ്മയില്ലാത്തവർക്ക് അമ്മയാവുന്ന നിലാവ്. നിലാവ് മനസ്സിന് ശാന്തിയും സാന്ത്വനവും നൽകുന്നു. അമ്മയുടെ സാമീപ്യവും നമുക്ക് തരുന്നത് നിലാവാണ്. പാൽനിലാവ് പ്രകൃതിയുടെ സ്നേഹസ്പർശം തന്നെയാണെന്ന് കവി വിവരിക്കുന്നു. 3. കാറ്റിൻ ചുമലിലെ കാണാച്ചെണ്ട. ഉത്തരം നോക്കാം. കാറ്റെത്തുന്നത് പലതരം ശബ്ദങ്ങളുമായാണ്. തലമർമരങ്ങളും ചില്ലകൾ ആടിയിലെന്ന ശബ്ദങ്ങളും എല്ലാം ചേർന്ന് വാദ്യാഘോഷത്തിന്റെ നാദവുമായാണ് കാറ്റ് എത്തുന്നത്. ഈ ശബ്ദങ്ങളൊക്കെയാണ് കാണാച്ചെണ്ടയായി കവി വർണ്ണിക്കുന്നത്. അടുത്ത ചോദ്യം വിശകലനം ചെയ്യാം. കൊന്നപ്പൂ പോലെ ചായുന്ന വെയിലിനെ കൊന്നപ്പൂവായി സങ്കല്പിച്ചിരിക്കുന്നതിലെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഉത്തരം നോക്കൂ. പോക്കുവെയിലിന് സ്വർണ്ണ നിറമാണ്. കൊന്നപ്പൂവിന് സ്വർണ്ണ നിറമാണ്. പോക്കുവെയിലിന്റെ സ്വർണ്ണശോഭയിൽ തിളങ്ങി നിൽക്കുന്ന പ്രകൃതിയെ കാണുമ്പോൾ കൊന്നപ്പൂ തോരണം കൊണ്ട് അലങ്കരിച്ച പോലെയാണ് കവിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. നിലാവിനെ അമ്മയായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം? നേരത്തെ വന്ന ഒരു ചോദ്യമാണിത്. ഉത്തരം നോക്കൂ. നിലാവ് മനസ്സിന് ശാന്തിയും സാന്ത്വനവും നൽകുന്നു. അമ്മയുടെ സാമീപ്യവും നമുക്ക് തരുന്നത് നിലാവാണ്. അമ്മയുടെ സ്നേഹം പാൽ നിലാവും പ്രപഞ്ചമാകെ പരന്നൊഴുകുകയാണെന്ന് കവി പറയുന്നു. അടുത്ത ചോദ്യം. മക്കളുടെ ഉറക്കത്തിന് താരാട്ട് പാടാൻ പ്രകൃതി ആരെല്ലാമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ഇവരുടെ താരാട്ട് പാട്ടുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? രാവിന്റെ പൂമരമായി തിളങ്ങി നിൽക്കുന്ന താരാജാലങ്ങൾ പാടുന്നത് നിശബ്ദമായ താരാട്ടാണ്. വാദ്യമേളങ്ങൾ പോലെയാണ് കാറ്റിലുലയുന്ന മരച്ചില്ലകളുടെ താളം, ദലമർമരം എന്നിവയുടെ താരാട്ട്. ചാറ്റൽ മഴയുടെ ഇരമ്പമാകട്ടെ സംഗീത സാന്ദ്രമായ താരാട്ടാണ്. അടുത്ത ചോദ്യം നോക്കൂ. നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ, ലോകത്തെ നീലമയിലായി സങ്കല്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യുക. ഉത്തരം നോക്കൂ. മകളുടെ ഉറക്കത്തിൽ വിരിയുന്ന സ്വപ്നങ്ങളിൽ ലോകം നീലമയിലിനെ പോലെ വർണ്ണങ്ങൾ നിറഞ്ഞതാക്കും. രാത്രിയുടെ നീലമയിലാർന്ന ആകാശത്തെ പീലി വിടർത്തി നിൽക്കുന്ന മയിലായി കവി സങ്കല്പിക്കുന്നു. മലനിരകളുടെയും വൃക്ഷലതാദികളുടെയും നിഴൽ കലർന്ന ആകാശ കാഴ്ച മയിലാട്ടം പോലെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നും കവി കൂട്ടിച്ചേർക്കുന്നു. വർണ്ണന. കവിതയിലെ ആശയങ്ങളും പ്രയോഗങ്ങളും ഉൾപ്പെടുത്തി ഉറങ്ങുന്ന പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണന തയ്യാറാക്കുക. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ കണ്ട് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. രംഗ ആവിഷ്കാരം. ഈ ഒരു കവിതയെ ആസ്പദമാക്കി അതിൻ്റെ ഒരു രംഗ ആവിഷ്കാരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൽ കൂട്ടുകാർ ഗ്രൂപ്പായിട്ട് ചെയ്ത് നോക്കുക. ഇനി കടമ്മനിട്ട, സച്ചിദാനന്ദം തുടങ്ങിയവരുടെ കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ ചൊല്ലി അവതരിപ്പിക്കാനാണ് അടുത്ത ചോദ്യം. അതും കൂട്ടുകാർ ഗ്രൂപ്പായിട്ട് ചെയ്യുക. ഉപന്യാസം തയ്യാറാക്കാം. പാവന സ്നേഹത്തിന്റെ പാട്ടുപാടുവാൻ എൻ്റെ നാവനങ്ങുന്നു താരഗംഭീരനാഥത്തോടെ. ഉള്ളൂരിൻ്റെ ഈ വരികൾ വായിച്ചല്ലോ. പരസ്പര സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുകളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ടത്. താഴെ കൊടുത്ത ആശയപടം ശ്രദ്ധിക്കൂ. കണ്ടല്ലോ. ഇനി നമുക്ക് പരസ്പര സ്നേഹം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസം തയ്യാറാക്കാം. നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പര സ്നേഹത്തിലൂടെയാണ്. സ്നേഹമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. സ്നേഹമില്ല എങ്കിൽ ജീവിതം തകർന്നു പോകും. പല തരത്തിലുള്ള സ്നേഹങ്ങളാണുള്ളത്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, സഹപാഠികൾ തമ്മിലുള്ള സ്നേഹം, അങ്ങനെ സ്നേഹം കൈമാറുന്നു. കുടുംബത്തിന്റെ നിലനിൽപ്പിന് പരസ്പര സ്നേഹം അത്യന്താപേക്ഷിതമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ്
സ്നേഹം ഉണ്ടായതാണ്. നമ്മൾ അഗതികളോടും പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടും കാരുണ്യം കാണിക്കുകയും സ്നേഹിക്കുകയും വേണം. ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കപട സ്നേഹമാണ് നമ്മൾ കണ്ടുവരുന്നത്. നാം ഈ ലോകത്തിലേക്ക് വരുന്നത് തന്നെ എല്ലാവരെയും സ്നേഹിക്കാനാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയാവുന്ന രീതിയിൽ പരസ്നേഹത്തെക്കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വേഗമുറങ്ങും എന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു. അതിലെ ചോദ്യോത്തരങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, ആസ്വാദനം പഠിച്ചു. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗങ്ങളെല്ലാം വായിച്ച് പഠിക്കുക, കവിത ഈണത്തിൽ ചൊല്ലുക, ചോദ്യോത്തരങ്ങളെല്ലാം എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്